മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഈ വീക്കിലി ടാസ്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാരിൽ ഒരാളെ മാറ്റാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. അത് ആരെ മാറ്റണമെന്ന് അറിയാൻ വേണ്ടി വോട്ടിംഗ് ചെയ്തു. അതിനുശേഷം പുതിയൊരു ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറെ വേണമല്ലോ, അതിനു വേണ്ടിയുള്ള വോട്ടിംഗ് നടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അഭിലാഷ് വന്ന ഒരു സജഷൻ പറയുന്നു, അഭിലാഷ് ആകാമെന്ന്. പക്ഷേ ഒരാൾ മുന്നോട്ട് വന്ന് അയാളെ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ ആക്കാൻ സാധിക്കില്ലല്ലോ. എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കണം. പലർക്കും ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ ആവാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഇന്ന് വോട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത് ഷാനവാസ്, അക്ബർ, നൂറ, അഭിലാഷ്, ഒനീൽ, ബിന്നി, ഇത്രയും പേരാണ് വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ജിസയിൽ അക്ബർ എന്ന് വിളിച്ചു പറയുന്നു. അതായത് അക്ബർ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർ ആയാൽ മതി, അക്ബർ ആയാൽ മതി, അക്ബറിനെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ജിസയിൽ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ നമ്മുടെ ഷാനവാസ് ജിസേലിനോട് വഴക്കിടുന്നു. ഷാനവാസ് പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ വോട്ടിംഗ് നടക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്? കഴിഞ്ഞ ദിവസവും BB അവാർഡ് ഷോയുടെ സമയത്ത് ഇവിടെ നിന്നിറങ്ങിയാൽ ആരാവും തലയിൽ മുണ്ടിട്ട് നടക്കുക എന്നൊരു അവാർഡ് വന്നപ്പോൾ നീ എൻ്റെ പേര് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ഒരാളെ സ്വാധീനിക്കുന്നത്? നീ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേര് പറഞ്ഞു. നീ അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിലേക്കും എൻ്റെ പേര് ചെല്ലുകയാണ്. നീ അതുവഴി സ്വാധീനിക്കാൻ നോക്കുകയാണ്. ചിലപ്പോൾ നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടാവാം എനിക്ക് ആ അവാർഡ് കിട്ടിയത്. അപ്പോൾ ജിസേൽ പറയുന്നത്, അല്ല, നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു അവാർഡ് കിട്ടിയല്ലോ, എല്ലാവരും വോട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ അവാർഡ് കിട്ടിയല്ലോ. അപ്പോഴും ഷാനവാസ് പറയുന്നത്, നീ സ്വാധീനിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആ അവാർഡ് കിട്ടിയത്. ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് ജിഷിനും ജിസേലിനെതിരെ വന്നിരിക്കുകയാണ്. കാരണം ആദ്യം വോട്ട് ചെയ്തത് ഏത് ക്വാളിറ്റി ചെക്കറെ മാറ്റണമെന്നുള്ളതായിരുന്നു. ആ സമയത്തും ജിസേൽ ഇത് തന്നെ ആവർത്തിച്ചു. വോട്ടിങ്ങിന് മുമ്പ് തന്നെ ജിസേൽ പറഞ്ഞിരുന്നു, ജിഷിനെ ആയിരിക്കും എല്ലാവരും മാറ്റുക. ഈ സൈഡിൽ 5 പേര് ജിഷിന് വേണ്ടി വോട്ട് ചെയ്യും, ഈ സൈഡിൽ 4 പേരും. 9 വോട്ടുകൾ ജിഷിന് കിട്ടും. ജിഷിനെ തന്നെ ആയിരിക്കും ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറിൽ നിന്നും മാറ്റുക എന്ന്. അതുകൊണ്ട് തന്നെ ജിഷിൻ പറയുന്നത്, ആദ്യത്തെ വോട്ടിങ് ഒന്നും കൂടി എടുക്കണം, എനിക്ക് അതിൽ വിശ്വാസമില്ല. കാരണം ജിസേൽ എല്ലാവരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു. വോട്ടിങ്ങിന് മുമ്പ് തന്നെ ജിസേൽ പറഞ്ഞു ജിഷിനായിരിക്കും കൂടുതൽ വോട്ട് എന്ന്. പിന്നെ ജിഷിൻ പറയുന്നത് പോലെ ജിസേൽ സ്വാധീനിച്ചിട്ടാണ് ജിഷിൻ പുറത്തായതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അനുമോളുടെ ഇന്നലത്തെ പെർഫോമൻസ് കണ്ടതുകൊണ്ട് തന്നെ ഒനീലും അഭിലാഷും ആദിലയും നൂറയും ഒക്കെ നമ്മുടെ അനുമോൾക്ക് തന്നെയായിരിക്കും സപ്പോർട്ട്. കാരണം ആർക്കും കോയിൻ കിട്ടരുതെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആരും നോമിനേഷൻ ഫ്രീ ആവണ്ട, ആ ഒരു മൈൻഡാണ് എല്ലാവർക്കും. അതിന് അനുമോള് ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറായിട്ടിരുന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം ജിഷിൻ കുറച്ചും കൂടി കോംപ്രമൈസ്ഡ് ആണ്. എന്തായാലും ജിസേൽ സ്വാധീനിക്കാൻ ശ്രമിച്ചത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഫൈറ്റ് നടന്നിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.